ക്രിസ്മസ് ട്രീ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ നമ്മളും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ വളരെ ചെറിയൊരു ട്രീ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ട്രീ ആട്ടോ ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. റൗണ്ടിൽ അത്യാവശ്യം വലുപ്പത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ്. അതുപോലെ തന്നെ 5 പീസ് നമ്മൾ നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ബോക്സ് ആട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സ് ഒന്നും കാണിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ തോരണങ്ങളും സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയതാണ്. അപ്പോൾ പുതിയത് നമ്മൾ ഈ കളറാണ് കേട്ടോ മേടിച്ചില്ല. അതൊരു 5 മേടിച്ചിട്ടുണ്ട്. 28 രൂപയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആ വയലറ്റും വെള്ളയും കാണില്ലേ, അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപയുള്ളൂ. അതിൻ്റെ ലെങ്ത്തൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് അതിലൊരു കോലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ബേസായി കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസ് വെക്കുക. എന്നിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അത് കോൺ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നീളത്തിൽ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് ഇതിൻ്റെ കൂടെ ഒട്ടിച്ച് കൊടുക്കുക എന്നാണ് കേട്ടോ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം ഒരു കോൺ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബേസ് അതിൽ വെച്ചുകൊണ്ട് നമുക്ക് നേരെ വയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ അതിന് എടുത്തിട്ടാണ് ഇതുപോലെയൊക്കെ ഒട്ടിച്ച് ആക്കി വെച്ചത്. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസമുള്ള പോലെ കേട്ടോ. ഞങ്ങളത് വീണ്ടും മാറ്റി പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഏകദേശം ഒരു ശരിയായി വന്ന പോലെ ഉണ്ട്. എന്നിട്ട് അതിൽ നമ്മുടെ തോരണങ്ങളൊക്കെ തൂക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴും ശരിയാവണേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഏകദേശം ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ആ ഒരു ട്രീ. പക്ഷേ ലാസ്റ്റത്തെ ഒരു ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവസാനം പകുതി വഴിയിൽ വെച്ച് നിർത്തണോ എന്ന് വരെ തോന്നിപ്പോയ ഒരു ട്രീ ആയിപ്പോയിട്ടോ. ഇനിയും നടന്നിട്ടില്ല ഈ ട്രീയുടെ പണി നിർത്താനൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ കിട്ടി. രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ കേട്ടോ ഈ ഒരു ട്രീ കംപ്ലീറ്റ് ചെയ്ത്. അത്രയും കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോരോ തോരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അൽക്കുലത്തെ സാധനങ്ങളെന്നൊക്കെ പറയാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ട്രീയിൽ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. നമ്മൾ സൈഡിലൊന്നും നമ്മൾ അത്രയും ആർഭാടം കാണിച്ചില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.